map എടുത്തു വെക്കണം. Atlantic Ocean. So we were discussing about ocean currents. Okay, എന്താണ് ocean currents? What are ocean currents? Bulk of water that moves in the entire ocean with direction of the wind. Okay, wind in the direction അനുസരിച്ച് മൂവ് ചെയ്യുന്ന upper surface water layer is called ocean currents. Okay, there are two types of ocean currents: warm ocean currents and cold ocean currents. Warm ocean currents are those ocean currents which are originated from the equator and moving towards both the poles. What are cold ocean currents? Those ocean currents which are originating from the poles and moving towards the equator. That is called cold and warm, two difference. We have to study about three different seas ocean currents. Okay, Atlantic Ocean, Pacific Ocean, Indian Ocean. Okay, so we have other two oceans called Arctic and Southern Ocean. So we don't want to study separately. വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ത്രീ സീസ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പ് ആൻഡ് ഡൗൺ കവർ ആയിക്കോളും. ഓക്കെ, സോ ഓഷ്യൻ കറൻസ് മൂന്ന് ഓഷ്യൻ സ്പെസിഫിക് ആണ് പഠിക്കുന്നത്: അറ്റ്ലാന്റിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ, അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് പസഫിക് ഓഷ്യൻ ഓൾമോസ്റ്റ് ഓഷ്യൻ കറൻസ് ഓൾമോസ്റ്റ് ലൈക്ക് സെയിം, മൂവ്മെന്റ് എല്ലാം സെയിം ആണ്, കോൾഡ് ആൻഡ് വാം മിക്സ് ആണ്. ബട്ട് ഇന്ത്യൻ ഓഷ്യൻ വിന്ററിലും സമ്മറിലും ഓഷ്യൻ കറൻസ് മൂവ്മെന്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിലുള്ളൂ. ഇഫ് യു ഹാവ് എ ക്ലിയർ ക്ലാരിറ്റി ക്ലാസ് ഡിസ്കസ് ചെയ്ത് പോയാൽ ഇറ്റ് വിൽ ബി ഓക്കെ. ഓക്കെ, സോ എന്താ പറഞ്ഞത്? അറ്റ്ലാന്റിക് ആൻഡ് പസഫിക് ഓഷ്യൻ കറൻസ് ഹാവ് ഓൾ ദ ഇയർ സെയിം മൂവ്മെന്റ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇന്ത്യൻ ഓഷ്യൻ, വിന്റർ ആൻഡ് സമ്മർ direction of movement of water is different. Okay, in winter it move from the India towards down, and in summer it will move towards India. അത് വിൻഡിൻ്റെ ആണ്. നമുക്കറിയാം മൺസൂൺ, there is north east monsoon and south west monsoon. ആ വിൻഡിൻ്റെ ഡയറക്ഷനിൽ വെള്ളം മാറി ഒഴുകുന്നതാണ്. സോ ഇതാണ്. അപ്പം നമുക്ക് എന്തായാലും we have already discussed about Atlantic Ocean. That will have a recap today. ഒരു 5 minutes അത് പറയാം, then we'll go ahead with സ്ക്രീനിൽ നോക്കിയാൽ മതി. Okay, this is North Atlantic Ocean. Okay, North Atlantic Ocean, red color whatever is there എന്താണ്? warm ocean currents ആണ്. Okay, blue color we have cold ocean currents. First we'll start with north equatorial current. സ്ക്രീനിൽ നോക്കിയാൽ, പേപ്പർ നോക്കണ്ട. North equatorial current is moving from ഇതെന്താണ്? east to west. Okay, north equatorial current moving from east to west. Okay, and എന്താണ് ഈസ്റ്റ് വെസ്റ്റ് എഴുതാൻ കാരണം? ഫസ്റ്റ് ഓഫ് ഓൾ, under the influence of trade winds. നമ്മൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചില്ലേ, ഈസ്റ്റേർലീസ്, wind coming from the eastern side, so it is flowing from east to west. Okay, same southern hemisphere അപ്പോൾ എന്തായിരിക്കും? south equatorial current again flowing from east to west. Okay, so north equatorial current moving from east to west, it will reach Florida coast and it is called Florida current. Okay, ഈ ആന്റിലീസ് കറണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഫ്ലോറിഡ കറണ്ട് യു ഹാവ് ടു മേക്ക് നോട്ട് ഓഫ് ദാറ്റ്. ദെൻ ഇറ്റ് ഈസ് മൂവ് ഫോർവേഡ്, ഇറ്റ് ഈസ് കോൾഡ് ഗൾഫ് സ്ട്രീം. എന്താണ് ഗൾഫ് സ്ട്രീം പറയാൻ കാരണം? ഗൾഫ് ഓഫ് മെക്സിക്കോ ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഗൾഫ് സ്ട്രീം. അപ്പോഴും വാം കറണ്ട് വാമാണ്. ഓക്കെ, ദെൻ ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദ സെൻറ്റർ വെയർ ഇറ്റ് വിൽ മീറ്റ് വിത്ത് ലാബ്രഡോർ കോൾ കറണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ഇതെന്താണ് ഈ ബ്ലാക്ക് എഴുതിയേക്കുന്നത്? എന്താണ്? ഗ്രാൻഡ് ബാങ്ക്സ്. ഞാൻ പറഞ്ഞു ന്യൂ ഫൗണ്ട് ഐലൻഡ്, where cold ocean currents and warm ocean currents meet, good for fishing, difficult for navigation, all those things we have discussed there. So that is a place where warm and cold ocean currents meet. അപ്പം ഒരു തണുത്ത ഡോമിനേറ്റിംഗ് വെള്ളവും ഒരു ചൂട് ഡോമിനേറ്റിംഗ് വെള്ളവും വരുമ്പോൾ എങ്ങനെയാണ് മീനുകൾ ഉണ്ടാവാൻ കൂടുതൽ? അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഈ തണുപ്പും വെള്ളവും കൂടെ വരുമ്പം തണുത്ത വെള്ളം ഭാരം കൂടിയതാണ്. സോ ഇറ്റ് വിൽ ഗോ ഡൗൺ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ആ ലെയറിലുള്ള ചൂടുവെള്ളം എല്ലാം മേളിൽ വരും. സോ അപ്പ് വെല്ലിംഗ് ഓഫ് വാട്ടർ ഹാപ്പൻസ്. വെൻ അപ്പ് വെല്ലിംഗ് ഓഫ് വാട്ടർ ഹാപ്പൻസ്, താഴെ കുറച്ച് ഓർഗാനിസംസ് കോൾഡ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. നമുക്ക് എൻവയോൺമെന്റിൽ പഠിക്കാം. ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആർ ഓർഗാനിസംസ് ഓർ ഗ്രീൻ പ്ലാന്റ്സ് ഇൻ ദ ഓഷ്യൻ. ഇത് ഫിഷിന്റെ ഫുഡാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. അപ്പോൾ താഴെയുള്ള വെള്ളം മേളിൽ വരുമ്പോൾ ഫിഷിന് പുതിയ കുറേ ഫുഡ് വരികയല്ലേ. എവറി ടൈം ദിസ് അപ്പ് വെല്ലിംഗ് ഓഫ് വാട്ടർ ഹാപ്പൻ, സോ ദ സർക്കുലേഷൻ ഓഫ് വാട്ടർ ഹാപ്പൻ, സോ ഓൾ ദ ഫിഷ് വിൽ ദ നിയർ ബൈ ഏരിയാസ് വിൽ കം ടു ദിസ് പോയിന്റ് ടു ഹാവ് ദിസ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. ആ സമയത്ത് ഫിഷിംഗ് നടക്കുമ്പോൾ ഗുഡ് ഫോർ ഫിഷിംഗ്. അതുകൊണ്ടാണ് ഏരിയ ഇസ് ഗുഡ് ഫോർ ഫിഷിംഗ് വരാൻ കാരണം. വേർ വാം ആൻഡ് ദ കോൾ കറണ്ട് മീറ്റ്സ്. ഓക്കെ, ലാബ്രഡോർ കറണ്ട് എന്താണ്? കോൾ കറണ്ട് ആണ്. ദെൻ വി ഹാവ് ഈസ്റ്റ് ഗ്രീൻലൻഡ് കറണ്ട്. ഒരു കറണ്ട് കണ്ടോ? ഇത് രണ്ടും കോൾ കറണ്ട് ആണ്. ഓക്കെ, ആൻഡ് അവിടെ ഒരു ഗ്രാൻഡ് ബാങ്ക്സ് ഉണ്ടായി, ന്യൂ ഫൗണ്ട് ഐലൻഡ് ഒക്കെ ഉണ്ടായി. ദെൻ അഗെയിൻ ദ വാം കറണ്ട് ഈസ് മൂവിങ് ടുവേർഡ്സ് യൂറോപ്പ്. ഇറ്റ് ഈസ് കോൾഡ് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്. ഓക്കെ, എന്താ ഡ്രിഫ്റ്റ് എന്ന് പറയാൻ കാരണം? ഒരു തെന്നി മാറി ഒരു ചേഞ്ച് ഡ്രിഫ്റ്റ് എടുത്ത് പോവുകയാണ്. ഓക്കെ, ചേഞ്ചിങ് ദ ഡയറക്ഷൻ ടുവേർഡ്സ് ദ ഈസ്റ്റേൺ പാർട്ട്.
ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ലാൻഡ് ഏരിയ ഇല്ല. നമ്മൾ പഠിച്ചിട്ടില്ലേ ആദ്യം ഓഷ്യൻ കറന്റ്സ്, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ മൂവ്മെന്റ് ഓഫ് വാട്ടർ, കോസ്റ്റൽ ഏരിയാസ് ഓഫ് ലാൻഡ്. ഇടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇവിടെ എന്താണ്? വി ഹാവ് UK ഹിയർ, ബ്രിട്ടൻ ആണിത്, UK. ആ കോസ്റ്റൽ ഏരിയയിൽ അടുക്കും തോറും ഇറ്റ് വിൽ ഡിവൈഡ് ഇൻ ടു 2 പാർട്സ്. ഓക്കെ, വൺ മൂവിങ് ടുവേർഡ്സ് പോൾ, ദാറ്റ് ഇസ് കോൾഡ് നോർവേൻ കറണ്ട്. എന്താ നോർവേൻ കറണ്ട് പറയാൻ കാരണം? ദിസ് ഇസ് നോർവേ, ഈസ്റ്റ് കൺട്രി നോർവേ ആണ്. സോ ഇറ്റ് ഇസ് കോൾഡ് നോർവേൻ കറണ്ട്. ആൻഡ് ഐ ടോൾഡ് യു ഇറ്റ് വിൽ മേക്ക് ഓൾ വെദർ സീ പോർട്സ് ഇൻ യൂറോപ്പ്. നമ്മൾ ഓർക്കുന്നുണ്ടോ പറഞ്ഞത്? എന്താണ് ഓൾ വെദർ സീ പോർട്സ് ഉദ്ദേശിക്കുന്നത്? ഈവൻ ഇൻ വിന്റർ ടൈം ഈ വാം ഓഷ്യൻ കറൻസ് പോകുന്നത് കൊണ്ട് പോർട്സിന്റെ ഐസ് എല്ലാം മെൽറ്റ് ആവും. സ്റ്റിൽ ഷിപ്സ് ക്യാൻ കം ആൻഡ് ഡു ഓൾ ദ ട്രേഡ് വിൻ ദാറ്റ് പ്ലേസസ്. ബാക്കി എല്ലാ കൺട്രീസും, ഈ ആർട്ടിക് ഓഷ്യനുള്ള എല്ലാ കൺട്രീസും ഇൻക്ലൂഡിങ് റഷ്യൻ, ഈ മേലുള്ള ഇവിടെ എല്ലാം റഷ്യയാണ് ഇങ്ങോട്ട് പോകുമ്പോഴെല്ലാം, ആ ഒരു പോർട്സ് ഏരിയ മൊത്തം വിന്ററിൽ ഒരു ട്രേഡ് നടക്കത്തില്ല. ഭയങ്കര ഐസ് ഫോളും, the port will be almost like submerged, okay, in ice. Why this Norwegian current is making all weather seaport is because it's coming with the warm water. Okay, കോൾഡ് ഐസ് വന്ന് വീഴുന്നുണ്ട്, പോർട്ട് എല്ലാം ബ്ലോക്ക് ആവുന്നുണ്ട്. പക്ഷേ ഈ തണുത്ത വെള്ളം ചൂട് വെള്ളം വരുന്ന കാരണം ഈ ഐസ് മെൽട്ടായി ഷിപ്പിന് പോലുള്ള സ്പേസ് കൊടുത്തോണ്ടിരിക്കും. ഓക്കെ, സോ അതാണ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, ഓൾ വെദർ സീപോർട്സ്. പിന്നെ എന്താണ്? കോൾഡ് കറണ്ട് ഇസ് കമ്മിങ് ഫ്രം ആർട്ടിക് ടു ദ ഇക്വേറ്റർ. എന്താ അത് കോൾഡ് കറണ്ട് ആവാൻ കാരണം? കാനറി കറണ്ട് എന്താണ് കോൾഡ് കറണ്ട് ആവാൻ കാരണം? ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം പോൾസ് ടു ഇക്വേറ്റർ, സോ വാട്ടർ വിൽ ബി കോൾഡ്. ഓക്കെ, കാനറി ഇസ് എ പ്ലേസ് ഇൻ സ്പെയിൻ, അതുകൊണ്ടാണ് കാനറി കറണ്ട് എന്ന് പേര് വരാൻ കാരണം. ഓക്കെ, സ്പെയിൻ ഈസ് ഹിയർ. ഓക്കെ, അതുകൊണ്ട് ദാറ്റ് ഏരിയ ഇസ് കോൾഡ്, സ്പെയിൻ ആണ്, സോ ഇറ്റ് ഇസ് കോൾഡ് കാനറി കറണ്ട്. ഓക്കെ, പിന്നെ ആ സർക്കിൾ കണ്ടിന്യൂസ്ലി വരും. സോ ഇറ്റ് ഈസ് മേക്കിംഗ് എ സീ കോൾഡ് സർഗാസോ സീ ഓർ എ ഗയർ. നമ്മളിത് പഠിച്ചായിരുന്നു, ഗയർ. ഓക്കെ, ഇതാണ് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഓഷ്യൻ കറണ്ട് മൂവ്മെന്റ്. ഓക്കെ, നൗ വിൽ മൂവ് ടുവേർഡ്സ് സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഐഡിയൽ സീ ആണ്, വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ല. കാരണം ആ ഒരു മൊത്തം മൂവ്മെന്റും ഔട്ട്സൈഡ് ആ വാട്ടർ ഏരിയ നടക്കുന്നേ, നടുക്കോട്ട് വന്ന മൂവ്മെന്റ് ഒന്നും നടക്കുന്നില്ല. സോ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു സൈലന്റ് സീ, നോ ആക്ടിവിറ്റി ഹാപ്പനിങ്. വലിയ വിൻഡ് മൂവ്മെന്റ്സ് ഒന്നുമില്ല, വെള്ളം അങ്ങനെ മൂവ് ചെയ്യുന്നില്ല. ഫിഷൊക്കെ ഉള്ള നോർമൽ സീ, ബട്ട് നോട്ട് ഓഷ്യൻ കറണ്ട്സും മെജോറിലൊന്നും പാസ് ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് ലൈക്ക് എ സൈലന്റ് സീ. ഓക്കെ, നമ്മൾ ഇനി സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ മാപ്പ് നോക്കൂ. ഓക്കെ, സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ നോക്കാം. സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്താണ്? സൗത്ത് ഇക്വട്ടോറിയൽ കറന്റ് ഈസ് മൂവിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഓക്കെ, അത് വരുന്നുണ്ടല്ലോ. സൗത്ത് ഇക്വട്ടോറിയൽ കറന്റ് ഈസ് മൂവിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അത് ഹോൺ ഓഫ് ആഫ്രിക്ക, ആഫ്രിക്കയാണ് വെസ്റ്റേൺ സൈഡിൽ. അവിടെ ഒരു ബൾജ് കണ്ടോ, ഇങ്ങനെ തെള്ളി നിൽക്കുന്നത്, ദാറ്റ് ഇസ് കോൾഡ് ഹോൺ ഓഫ് ആഫ്രിക്ക ഓർ സൊമാലിയ. ആ ഹോൺ ഓഫ് ആഫ്രിക്കയിൽ വന്ന് തട്ടിയിട്ട് ഇറ്റ് ഇസ് ഡിവൈഡ് ഇൻ ടു 2. ഓക്കെ, ഒരു ബ്രാഞ്ച് മേളിലോട്ട് പോകും, ഒരു ബ്രാഞ്ച് താഴോട്ട് വരും. താഴോട്ട് വരുന്ന ബ്രാഞ്ചാണ് ബ്രസീലിയൻ കറണ്ട്. ബ്രസീലിയൻ കറണ്ട് എന്താണ്? ബ്രസീലിയൻ കറണ്ട്. ആ, ഓക്കെ, ബ്രസീലിയൻ കറണ്ട്. ആൻഡ് ബ്രസീലിയൻ കറണ്ട് is coming from the equator towards the pole. Okay, there is another current called Falkland current. Kando ellarum, Falkland current is the cold current which is coming from poles to the equator. Somalia കാണിച്ചുതരാം. ചാർജ് ആയിക്കോട്ടെ, 2 minutes. Okay, Somalia sir, Somalia, it is called Somalian current. Africa, this is African continent പറയുന്നത് മൊത്തം. Okay, we are talking about, sorry. Then it is not Horn of Africa. It is, അത് ശ്രദ്ധിച്ചില്ല, മറന്നുപോയി. ഈ ചാർജ് ചെയ്യുന്നതിൻ്റെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഏത് കോണ്ടിനെന്ന് മറന്നുപോയി. സോ ഇറ്റ് ഇസ് സൗത്ത് അമേരിക്ക. അപ്പോൾ അത് എഗെയിൻ ആ ബൾജിൽ വന്ന് ഇരിക്കുന്നു. ഇറ്റ് ഇസ് ഡിവൈഡ് ഇൻ ടു 2 കമ്മിങ് ഇൻ ടു അത് ഞാൻ ആലോചിച്ചത് ബ്രസീലിയൻ സൊമാലിയൻ കൺഫ്യൂഷൻ ആയിരുന്നു. Okay, then it is called Falkland current is coming. ഏതാണ് Falkland current? It is a cold current. Why? It is passing from poles to the equator. Okay, so ആ ടിപ്പ് കണ്ടോ, സൗത്ത് അമേരിക്കയുടെ ഏറ്റവും താഴത്തെ ടിപ്പ് കണ്ടോ, അവിടാണ് ഫോക്ലാൻഡ് ഐലൻഡ് ഉള്ളത്. സോ ഇറ്റ് ഇസ് കോൾഡ് ഫോക്ലാൻഡ് കറന്റ്. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട, ഞാനിപ്പോൾ ശരിയാക്കാം. സൗത്ത് ഇക്വട്ടോറിയൽ കറന്റ് is passing from east to west. Okay, touching South America, this is Brazil. It is touching the coast of Brazil. It is called a Brazilian current, which is warm in nature. We have Falkland current, which is cold current moving from
ദിസ് പോളാർ ഏരിയ ടുവേർഡ്സ് ഇക്വറ്റോറിയൽ ഏരിയ, അത് രണ്ടും മീറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ വലിയ ഫിഷിംഗ് ഒന്നും നടക്കുന്നില്ല, കാരണം ഡയറക്ട്ലി മീറ്റിംഗ് ഒന്നും ഇല്ല. സോ ഇറ്റ് ഇസ് ഡൈവേർജിങ് ആൻഡ് ഗോയിങ്. ഓക്കെ, ദെൻ വി ഹാവ് വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്. ഈ വരുന്ന ബ്രസീലിയൻ കറണ്ട് ഇല്ലേ, ഈ ബ്രസീലിയൻ കറണ്ട് ചൂടുവെള്ളമല്ല കൊണ്ടുവരുന്നത്. ആക്ച്വലി ഈ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൾഡ് കറണ്ട് ആണ് നോർമലി. ബാക്കി എല്ലാ സീസിലും യു വിൽ സീ ഇറ്റ് ആസ് കോൾഡ് കറണ്ട്. ഇവിടെ മാത്രം വെച്ചാൽ ഈ ബ്രസീലിയൻ കറണ്ട് പോലെ ചൂടുവെള്ളം അവിടെയുള്ള ആ വെള്ളത്തിനെയും കൂടെ ചൂടാക്കും. സോ ഇറ്റ് ബിക്കം വാം കറണ്ട്. ഓക്കെ, ആൻഡ് ബട്ട് എന്താണ് ബംഗ്വേല കറണ്ട് എന്തോ പറ്റി കോൾഡ് ആവാൻ കാരണം? ബംഗ്വേല കറണ്ട് എന്താണ് കോൾഡ് ആവാൻ കാരണം? ഇറ്റ് ഇസ് മൂവിങ് ഫ്രം ദ പോൾസ് ടുവേർഡ്സ് ദ ഇക്വേറ്റർ. സോ that entire circle is done. So that is what is happening in South America or South Atlantic Ocean. ബംഗ്വേല ഒരു പ്ലേസ് ആണ്, സൗത്ത് ആഫ്രിക്കയിലെ പ്ലേസ് ആണ്. ഏത് സ്റ്റേറ്റ് എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇനി പിക്ചർ, നിങ്ങളതിൽ പിക്ചർ ഇല്ല, ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇത് നമ്മൾ അറ്റ്ലാന്റിക് ഫോക്ലൻഡ് കറണ്ടാണോ സാർ ചോദിച്ചേ? ബിക്കോസ് താഴെ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് ഒരു ആക്ച്വലി വെസ്റ്റ് ഏറ്റവും താഴോട്ട് പോകുന്നില്ലേ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്, അതൊരു കോൾഡ് കറണ്ട് ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് പാസിംഗ് ത്രൂ അന്റാർട്ടിക് റീജിയൻ. അത് കോൾഡ് കറണ്ട് ആയിട്ട് തന്നെ. ബ്രസീലിയൻ കറണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ഇപ്പോൾ ഈ ബ്രസീലിയൻ കറണ്ട് വരുമ്പം, അത് ഞാൻ പറഞ്ഞു വരട്ടെ, ആ ബ്രസീലിയൻ കറണ്ട് വരുമ്പം ആ വരുന്ന ബ്രസീലിയൻ കറണ്ട് ഈ കോൾഡ് വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റിനെ ചൂടാക്കും. സോ ഒൺലി ഇൻ അറ്റ്ലാന്റിക്, നിങ്ങളുടെ ബാക്കിയുള്ള മാപ്പിൽ നോക്കി കാണാം, ബാക്കി എല്ലാ മാപ്പിലും വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് ബ്ലൂ ആയിരിക്കും. ഈ മാപ്പിൽ മാത്രം വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് റെഡ് ആയിരിക്കും. പക്ഷെ ബ്രസീലിയൻ കറണ്ട് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ആ ചൂടുവെള്ളം വന്നിട്ട് ഈ വരുന്ന ആ ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ സൗത്ത് ഏരിയയിലെ മാത്രമുള്ള കറണ്ടിനെ ചൂടാക്കും. സോ അത്ര ഏരിയയിൽ മാത്രം വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് വാം കറണ്ട് ആയിട്ട് മാറും. അതിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പം മെജോറിറ്റി, അപ്പൊ ആ വെള്ളം മാത്രം അങ്ങോട്ട് പോകുന്നല്ലോ. മെജോറിറ്റി എനി കറണ്ട് വിച്ച് ഇസ് മൂവിങ് ഫ്രം ദ പോൾസ് ടു ഇക്വേറ്റർ, നമ്മൾ വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് കോൾഡ് കറണ്ട് ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ കോൾഡ് എന്ന് വാമെന്ന് പറയാൻ എന്താ കാരണം? കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോൾ ആ വെള്ളം ഇച്ചിരി തണുത്താണ്, അതാണ് കോൾഡ്. അല്ലാതെ ഭയങ്കര തണുപ്പും അങ്ങനെയാണുള്ളത്. കോൾഡ് ആൻഡ് വാം റിലേറ്റീവ്. നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട് എവറിത്തിങ് റിലേറ്റീവ്. പ്രഷർ പറഞ്ഞിട്ട് റിലേറ്റീവ്. സോ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇനി പിക്ചറിൽ നോക്കണം. ഇത് എൻറ്റയർ ഒരു കോമ്പോസിറ്റ് ലുക്കാണ്. അറ്റ്ലാന്റിക് ഓഷ്യൻ മൊത്തം പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം എന്താണ് നോക്കേണ്ടത്? നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പിക്ചർ ഇല്ല, ഇങ്ങോട്ട് നോക്കിയാൽ മതി. ദെൻ വി ഹാവ് ഓൾസോ സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട്. വേറൊരു കാര്യം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതെന്താ ഈ കറണ്ട്? ഇപ്പൊ ഞാൻ വരച്ച കറണ്ട് എന്താ? നോട്ടിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ. ഇപ്പൊ ഞാൻ വരച്ച കറണ്ട് എന്താ? കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട്. ഓർക്കുന്നുണ്ടോ? എന്താണ് കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട് വരാൻ കാരണം? ഓക്കെ, എന്താ കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട് വരാൻ കാരണം എന്താണ്? ഈ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടും സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ടും കുറെ വെള്ളം ഇവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ഏരിയ ഇച്ചിരി പൊക്കത്തിലാവും. പിന്നെ ആ സ്ലോപ്പ് കാരണം ദ വാട്ടർ വിൽ ഫ്ലോ ബാക്ക്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് നിയർ ദ ITCZ, എന്താണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 degree up and 5 degree down from the equator we have an area called doldrums. ഓർക്കുന്നുണ്ടോ? ഏരിയ ഓഫ് കാംനെസ്. ഡോൾഡ്രം അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഏരിയ ഓഫ് ഡോൾഡ്രംസ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഏരിയയിൽ ഒരു കാംനെസ് എത്തുമ്പം ഈ ഒരു വിൻഡിന്റെ ഡയറക്ഷനിൽ വെള്ളം പോവില്ല. പൊക്കത്തിന് താഴോട്ട് നോർമലി ഇങ്ങനെ ഒഴുകി പോകത്തതേ ഉള്ളൂ ഏരിയ ഓഫ് കാംനെസ് ആയതുകൊണ്ട്. കാരണം വിൻഡിന്റെ ഡയറക്ഷനിൽ ആ ഒരു 5 degree above 5 degree താഴെയുമാണ് പോകുന്നത്. ഇൻ ബിറ്റ്വീൻ 5 degree നോർത്ത് ദെൻ ഇക്വേറ്റർ 5 degree സൗത്ത്. ഇത്രയും ഏരിയയിൽ ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡോൾഡ്രംസ് വാട്ടർ വിൽ മൂവ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അതാണ് കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട് എന്ന് പറയാൻ കാരണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് വി ആർ മൂവിങ് ഹിയർ. ഇവിടെ എന്താണ്? ഇറ്റ് ഇസ് കോൾഡ് ഫ്ലോറിഡ കറണ്ട്. ദിസ് ഇസ് മെക്സിക്കോ കറണ്ട് ഓർ ഗൾഫ് കറണ്ട്, ഗൾഫ് സ്ട്രീം. ഇതെന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്. ഓക്കെ, ദെൻ വി ഹാവ് എ ഗയർ ഫോമിങ് ഹിയർ. വി ഹാവ് സർഗാസോ സീ ഹിയർ. ഓക്കെ, കോൾഡ് കറണ്ട് ഇസ് കമ്മിങ് കോൾഡ് ക്യാനറി കറണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ മൊത്തം സി ഓൾമോസ്റ്റ് ദ സർക്യൂട്ട് ഇസ് കംപ്ലീറ്റഡ്. പിന്നെ എന്താണ്? ലാബ്രഡോർ കോൾഡ് കറണ്ട് ഇസ് കമ്മിങ്. ഈസ്റ്റ് ഗ്രീൻലൻഡ് കറണ്ട് ഇസ് കമ്മിങ്. നോർവേൺ കറണ്ട് ഇസ് വാം മേക്കിംഗ് ഓൾ വെദർ സീ പോർട്സ്. അതാണ് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ അഗെയിൻ വി ആർ ടോക്കിംഗ് അബൌട്ട് സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട്, ബ്രസീലിയൻ കറണ്ട്. ഇവിടെ ഒരു കറണ്ട് ഉണ്ട്, എന്താ അത്? ഫോക്ലൻഡ് കറണ്ട് പഠിച്ചല്ലോ. ഓക്കെ, ദെൻ ബംഗ്വേല കറണ്ട്. ഇറ്റ് സിമ്പിൾ ആണ്. സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ഓൾമോസ്റ്റ് ഡൺ. ഇതാണ് നോർത്ത് ആൻഡ് സൗത്ത്. നമ്മൾ നോട്ട് എഴുതിയിട്ടുണ്ടോ ഇതിൻ്റെ? നോട്ട്, ഐ തിങ്ക് നോട്ട് ഇസ് ഡൺ. ഓക്കെ,
ഇതാണ് നമുക്ക് ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തത്. നൗ ടുഡേ വിൽ മൂവ് ടുവേർഡ്സ് പസഫിക് ഓഷ്യൻ. ഓക്കെ, കറണ്ട്സ് ഓഫ് ദ പസഫിക് ഓഷ്യൻ. സോ അതേ ഒരു മാപ്പിൽ തന്നെ ഐ ഹാവ് ഗിവൺ യു നോർത്ത് ആൻഡ് സൗത്ത്. സിമ്പിൾ ആണ്, ഗയേഴ്സ് ഫോർമേഷൻ ഒന്നുമില്ല. ഓക്കെ, പസഫിക് ഓഷ്യനിൽ എന്താണ് ആദ്യം നോക്കേണ്ടത്? നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഈസ് മൂവിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അത് കാണാവോ? ഓക്കെ, നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഈസ് മൂവിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് കമ്മിങ്. ഈ പസഫിക് ഓഷ്യൻ ആദ്യം എവിടെ നിൽക്കുന്നതെന്ന് ആലോചിക്കൂ. എവിടെ പസഫിക് ഓഷ്യൻ ഉള്ളത്? പസഫിക് ഓഷ്യൻ എവിടെ ഉള്ളത്? മാപ്പ് തുറക്കൂ, എല്ലാവരും മാപ്പ് തുറക്കൂ. എൻറ്റയർ വേൾഡ് മാപ്പ് തുറക്കൂ. ഒരു സൈഡിൽ ചൈന, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇന്തോനേഷ്യ സൈഡിലും താഴെ ഓസ്ട്രേലിയയും, ഈ സൈഡിൽ നോർത്ത് അമേരിക്കയുടെ ഈസ്റ്റ് വെസ്റ്റേൺ പാർട്ടും. ഓക്കെ, മാപ്പിൽ നോക്കൂ. അല്ല, അവിടെ ഒരു മിഡിൽ പേജ് ഉണ്ടാവും. എല്ലാവരും മാപ്പ്, യു ഹാവ് അറ്റ്ലസ് ഉണ്ടോ? ഇതിൽ പേജ് നമ്പർ 99 അല്ലെങ്കിൽ 100 ആയിരിക്കും. ഓക്കെ, കണ്ടോ എല്ലാവരും? ഇതല്ല, പേജ് നമ്പർ 99 നോക്കൂ. 98. ഓക്കെ, എല്ലാവരും മാപ്പിൽ കണ്ടോ? ഓക്കെ, so Pacific Ocean in between which all continents? Okay, eastern side we have, ഇത് ഏതാ കൺട്രി? സ്ക്രീനിൽ നോക്കൂ, ദിസ് ഇസ് റഷ്യ. ഓക്കെ, ഇത് ഏതാ കൺട്രി? അല്ല, മംഗോളിയ. ഓക്കെ, ഇത് ഏതാ കൺട്രി? ചൈന. ഓക്കെ, റഷ്യ, മംഗോളിയ, ചൈന, 3 കൺട്രീസ് ഉണ്ട്. ഇത് ഏതാ കൺട്രി? വിച്ച് ഇസ് ദിസ് കൺട്രി? ജപ്പാൻ. ഓക്കെ, സ്ക്രീനിൽ നോക്കിയാൽ മതി, പിന്നെ മാപ്പിൽ നോക്കാം. ദിസ് കൺട്രി ഈസ് ജപ്പാൻ. ഓക്കെ, നോക്കൂ, വിച്ച് ഇസ് ദിസ് പെനിൻസുല? ദിസ് ഇസ് കൊറിയൻ പെനിൻസുല. ഓക്കെ, ഡിവൈഡ് ഇൻടു 2, നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ. ഓക്കെ, നോർത്ത് കൊറിയ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കിങ് ജോം, അങ്ങനെ കുറേ, കിങ് ജോം 1, കിങ് ജോം 2. ഓക്കെ, സോ നൊട്ടോറിയസ് കൺട്രി. ഓക്കെ, North Korea. South Korea, it is like a democratic country, very friendly relation with India. Okay, and പിന്നെ എന്താണ് ഇവിടെ ഉള്ളത്? We have Myanmar here, Thailand, we have Laos, Vietnam, Cambodia. Okay, all these countries are there. This is Indonesia, Malaysia, Brunei, Australia. ഇതാണ് ഓൾമോസ്റ്റ് ദ ഈസ്റ്റേൺ പാർട്ട്. അതാണ് ഓഫ് ദ പസഫിക്. വെൻ ഇറ്റ് കംസ് ടു വെസ്റ്റേൺ പാർട്ട്, ഇവിടെ ഏതാ? ദിസ് ഈസ് കാനഡ. ഓക്കെ, ദിസ് ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദിസ് ഈസ് മെക്സിക്കോ. ഇതേതാണ്? അലാസ്ക. അലാസ്ക ഈസ് പാർട്ട് ഓഫ് US, അണ്ടർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് US. ഓക്കെ, ആൻഡ് വി ഹാവ് ഹിയർ സൗത്ത് അമേരിക്ക. ഓക്കെ, പെറൂവിയൻ കോസ്റ്റ്, എവറിത്തിങ്. ആൻഡ് വി ഹാവ് ഫ്യൂ ഐലൻഡ്സ് ഹിയർ കോൾഡ് കരീബിയൻ ഐലൻഡ്സ് ഓർ മിഡിൽ അമേരിക്ക. ഓക്കെ, ഇതാണ് പസഫിക് ചുറ്റുമുള്ള കൺട്രീസ്. Okay, now come to the ocean currents. Okay, നോക്കൂ, നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഈസ് മൂവിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അത് കണ്ടോ എല്ലാവരും? നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് എന്ത് കറണ്ട് ആണ്? ഇറ്റ് ഇസ് എ വാം കറണ്ട്. ഓക്കെ, നൗ ഇറ്റ് ഈസ് മീറ്റിംഗ് ദ സൗത്ത് ഈസ്റ്റേൺ ഏഷ്യ ആൻഡ് ദ കറണ്ട് ഈസ് കോൾഡ് കുറോഷിയോ കറണ്ട്. കണ്ടോ എല്ലാവരും? ഓക്കെ, കുറോഷിയോ കറണ്ട് ഇസ് ദെയർ ആൻഡ് അവിടെ അങ്ങനെ നിന്നോട്ടെ. ദെൻ യു ക്യാൻ സീ Okhotsk current is coming from Russia, and we have Oyoshio or Kamchatka current coming from Russian border. Okay, ഈ രണ്ട് കറണ്ട്സും എന്താണ്? കോൾ കറണ്ട്സ് ആണ്. എന്താ കോൾ കറണ്ട്സ് ആവാൻ കാരണം? കമ്മിങ് ഫ്രം ദ പോൾസ്. ഓക്കെ, ഇപ്പൊ എന്താണ് ഒരു സിറ്റുവേഷൻ? എന്താണ്? കുറോഷിയോ വാം കറണ്ട് ഇസ് കമ്മിങ്, ഒയോഷിയോ കോൾ കറണ്ട് ഇസ് കമ്മിങ്. ഇത് എവിടെ ഉള്ളത്? ടുവേർഡ്സ് ദ വെസ്റ്റേൺ ഓർ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ജപ്പാൻ. ഇതാണ് ജപ്പാൻ. ഓക്കെ, ദിസ് ഇസ് ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ജപ്പാൻ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരാൻ പോകുന്നത്? ഗുഡ് ഫിഷിംഗ് ഗ്രൗണ്ട്. ഓക്കെ, മീറ്റിംഗ് പ്ലേസ് ഓഫ് കോൾ വാം കറണ്ട് ആൻഡ് കോൾ കറണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ജപ്പാൻ ഫിഷിന് ഇമ്പോർട്ടൻ്റ് ഉള്ള ഇക്കോണമിയാണ്. ദർ ഫുഡ്, ദർ നമ്മൾ വെയിലിംഗ് കമ്മീഷൻ്റെ ഒക്കെ കുറേ ന്യൂസൊക്കെ വന്നിരുന്നു. ദാറ്റ് ജപ്പാൻ വാസ് എ സിഗ്നേറ്ററി ഫോർ വെയിലിംഗ് കമ്മീഷൻ. വാട്ട് ഈസ് വെയിലിംഗ് കമ്മീഷൻ?
വെയിൽസ് മീനില്ലേ തിമിംഗലം അത് പിടിക്കുന്നത് തടയുന്ന കമ്മീഷനാണ് വെയിലിംഗ് കമ്മീഷൻ ഓർ ദേ കീപ്പ് എ കൺട്രോൾ ബിക്കോസ് എല്ലാ കോണ്ടിനെൻസും അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റ്സും ഇഫ് ദേ സ്റ്റാർട്ടഡ് വെയിലിംഗ് അതിൻ്റെ പോപ്പുലേഷൻ കുറയില്ലേ സോ ടു പ്രൊട്ടക്ട് ദ വെയിൽസ് വെയിലിംഗ് കമ്മീഷൻ ഈസ് ദെയർ ജപ്പാൻ വാസ് സിഗ്നേറ്ററി ബിഫോർ ഫ്യൂ ഇയേഴ്സ് ലാസ്റ്റ് 2 years ആയിട്ട് ജപ്പാൻ ഇസ് നോട്ട് സിഗ്നേറ്ററി കാരണം അവരുടെ മെയിൻ ജോലി എന്താണ് മീൻ പിടുത്തമാണ് അപ്പോൾ അവർ അത് ദേ ഡോണ്ട് വോണ്ട് ടു കീപ്പ് എ കൺട്രോൾ ഓക്കെ സോ ജപ്പാൻ ഫിഷിംഗ് ഓർത്താൽ മതി ഇറ്റ് ഈസ് എ മീറ്റിംഗ് പ്ലേസ് ഓഫ് കുറോഷിയോ വാം കറണ്ട് ആൻഡ് ഒയോഷിയോ കോൾഡ് കറണ്ട് ഓക്കെ ഇനി എന്താണ് ദ വാം കറണ്ട് ഈസ് മൂവിങ് ഇറ്റ് ഈസ് കോൾഡ് നോർത്ത് പസഫിക് കറണ്ട് ഈസ് മൂവിങ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ഓക്കെ അവിടെ എത്തുമ്പോൾ നോർത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ പാർട്ടിലാണ് എത്തുന്നത് കറക്റ്റ് അല്ലേ ദിസ് ഈസ് നോർത്ത് അമേരിക്ക ഇസ് വെസ്റ്റേൺ പാർട്ട് ഓഫ് നോർത്ത് അമേരിക്ക ഇവിടെ എത്തുമ്പോൾ എന്താക്കും ഇറ്റ് ഇസ് ഡിവൈഡ് ഇൻടു 2 ഇറ്റ് ഇസ് കോൾഡ് അലാസ്ക കറണ്ട് ആൻഡ് കാലിഫോർണിയൻ കറണ്ട് വൈ അലാസ്ക കറണ്ട് ഇസ് വാം എന്താ അലാസ്ക കറണ്ട് വാം ആവാൻ എന്താ കാരണം It is warm current which is moving from the equator towards the pole. Why Californian current is cold? It is coming from the equator towards the it is coming from the poles towards the equator. Okay, again it is coming and circuit is completed. So North Pacific Ocean le ellam കഴിഞ്ഞു. Okay, so North Pacific Ocean ഒന്നുകൂടെ നോക്കാം എല്ലാവരും സ്ക്രീനിൽ നോക്കോളൂ ഇനി okay everybody please look at the screen. We have north equatorial current moving from east to west okay it is touching the southeastern Asia it is called Kuroshio current okay and it is moving towards this area it is called North Pacific current okay at the same time cold Oshkoto current and Oyoshio or Kamchatka current ഈ Kamchatka എന്ന് പറയുന്നത് റഷ്യയുടെ പെനിൻസുലയാണ് കംചക്ക എന്ന് പറയുന്നത് ഓക്കെ കംചക്ക ഓർ ഒയോഷിയോ കറണ്ട് ഇസ് വിച്ച് ഇസ് കോൾഡ് ഇൻ നേച്ചർ ആൻഡ് മീറ്റിംഗ് പ്ലേസ് ഓഫ് കോൾഡ് ആൻഡ് വാം റിസൾട്ടിംഗ് ഇൻ ദ ബെസ്റ്റ് ഫിഷിംഗ് ഗ്രൗണ്ട്സ് ഓക്കെ ആൻഡ് ഇറ്റ് വിൽ റീച്ച് ടുവേർഡ്സ് ദ നോർത്ത് അമേരിക്കൻ പെനിൻസുല ഡിവൈഡിംഗ് ഇൻടു 2 അലാസ്ക വാം കറണ്ട് ആൻഡ് കാലിഫോർണിയൻ കോൾഡ് കറണ്ട് ആൻഡ് കംപ്ലീറ്റിംഗ് ദ സർക്യൂട്ട് അങ്ങനെ കറണ്ട്സ് ഇൻ ദ പസഫിക് ഓഷ്യൻ വി ആർ ഡൺ ഇത്രേ ഉള്ളൂ